അനിൽ വാസുദേവ് തുടരുന്നുണ്ട്. അനിൽ, ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് സർവത്ര ആശയക്കുഴപ്പം, സർവത്ര ദുരൂഹത. പണം നൽകിയിട്ടുണ്ടെന്ന് സ്പോൺസർ അവകാശപ്പെടുകയാണ്, പക്ഷേ അതിൻ്റെ രേഖകൾ അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാകുന്നുമില്ല. ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങളാണ്. ഇതിൽ ആകപ്പാടെ വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും നിറഞ്ഞ ഒരു കാര്യമായി ഇത് മാറുകയാണോ? തീർച്ചയായിട്ടും സ്പോൺസറുടെ കാര്യത്തിലും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്തു, 130 കോടി കൊടുത്തു, എന്നാൽ അതിൻ്റെ ഒരു തുണ്ട് കടലാസ് കാണിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസവും. ഇത്ര വലിയ കുറച്ച് രഹസ്യാത്മകമാണ്, അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് കോൺട്രാക്റ്റിലുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്ര അധികം വലിയ ചർച്ചയായ കാര്യത്തിൽ ചില ഭാഗങ്ങളെങ്കിലും ഹൈഡ് ചെയ്തെങ്കിലും ആ രേഖ പുറത്തു വിടേണ്ടതല്ലേ? അല്പമെങ്കിലും എന്തെങ്കിലും ഒരു വിശ്വാസ്യത അവർ നൽകേണ്ടത് എന്നുള്ളതും വലിയ ചോദ്യവും ഒക്കെ തന്നെ സമൂഹത്തിൽ ഉയരുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മെസ്സി വരുമോ എന്ന തരത്തിൽ വലിയ കാത്തിരുന്ന ആളുകൾ, വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആരാധകരാണ് വലിയ രീതിയിൽ പറ്റിക്കപ്പെട്ടത്. ചിലർക്ക് ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടായിട്ടുണ്ടാവാം, മന്ത്രിക്ക് ക്രെഡിറ്റ് അടിക്കാൻ നോക്കി മന്ത്രിക്കും ചില കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ പറ്റിക്കപ്പെട്ടത് എന്തായാലും ആരാധകരാണ്. നാണം കെട്ടത് കേരളമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ കായിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ കൊണ്ടുവന്ന ഒരു പദ്ധതി, അല്ലെങ്കിൽ വലിയ അങ്ങനെ ഒരു കാര്യം കേരളത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതാണിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലായി ഇന്ന് ലഭിച്ച 24-ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ നിന്നുകൂടി വ്യക്തമാകുന്നത് അതാണ്. മന്ത്രി പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതയില്ല, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതെന്തിനാണ് എന്നുള്ള ചോദ്യം, വലിയ ചോദ്യവും ഇവിടെ ബാക്കിയാവുകയാണ്.